ഹലോ പ്രിയപ്പെട്ടവരെ, ഇന്ന് എൻ്റെ കുറച്ച് ഉച്ചവിശേഷവും ഒരു പൈനാപ്പിൾ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഞാൻ വാഴക്കോലൊക്കെ കുറച്ച് പഴുത്ത് കിടപ്പുണ്ടായിരുന്നെന്ന് പറഞ്ഞ് കിളി കൊത്തിക്കൊണ്ട് പോകുന്നത് നോക്കാൻ വേണ്ടി ഞാൻ വാഴത്തോട്ടത്തിലേക്ക് ഇറങ്ങിയതാണേ. ഇത് പണ്ടത്തെ നമ്മുടെ കോഴിക്കൂടാണ് കേട്ടോ. ഞാൻ കുറച്ച് കോഴികളൊക്കെ വളർത്തിയിരുന്നു. പക്ഷേ എന്ത് ചെയ്യാൻ, ഇവിടെ ഭയങ്കര കീരിശല്യമാണ്. ഓരോ ദിവസം ഓരോ കോഴിക്കുഞ്ഞുങ്ങളെ പിടിച്ചുകൊണ്ട് പോയി കീരിശല്യം മാത്രമല്ല കേട്ടോ, മരപ്പട്ടിയുടെ ശല്യവും ഉണ്ട്. അങ്ങനെ പിന്നെ ആ കോഴി വളർത്തൽ അതോടുകൂടി നിർത്തലാക്കി. അപ്പോൾ ഞാനിങ്ങനെ നടന്നു കൊണ്ടിരുന്നപ്പോഴേ നമ്മുടെ റോക്കിക്കുട്ടൻ അവിടെ ഇങ്ങനെ കിടന്ന് എന്നെ നോക്കുന്നു. പിന്നെ ഞാൻ അടുക്കളയിലോട്ട് വന്ന് കൈയൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് നമുക്കിനെ പൈനാപ്പിൾ കറിയുടെ പരിപാടി നോക്കാം കേട്ടോ. പുറത്ത് ഭയങ്കര ചൂടാണ് മക്കളെ, താങ്ങാൻ പറ്റുന്നില്ല. നമുക്കിതിന് പൈനാപ്പിളിന് വേണ്ട റെസിപ്പി എന്ന് പൈനാപ്പിൾ അരിഞ്ഞതും പിന്നെ കുറച്ച് തേങ്ങ, കുറച്ച് കട്ടത്തൈരായിരുന്നു വേണ്ടത്. പക്ഷേ തൈര് കിട്ടില്ല, അതുകൊണ്ട് മോരാണേ. മോര് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. മോര് വെച്ചുണ്ടാക്കിയാലും നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാവും. അപ്പം നമുക്ക് എന്തൊക്കെയാണെന്ന് ഒരു ചട്ടി എടുത്ത് അടുപ്പത്തേക്ക് വെച്ചിട്ട് പൈനാപ്പിൾ അതിലേക്ക് തട്ടിയിടണേ. എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു പച്ചമുളകും ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് നമുക്കിത് വേവിക്കാൻ വെക്കാമേ. അപ്പോഴേ മുറിയിൽ ഭയങ്കര ഡിസ്റ്റർബൻസ്. എന്താണെന്നറിയോ, അവിടെ എന്തോ ഡ്രില്ല് ചെയ്യുകയോ എന്തോ സാധനങ്ങളൊക്കെ പിടിപ്പിക്കുകയോ ചെയ്യാനുണ്ട് ഹസ്ബൻഡ്. അതിൻ്റെ ബഹളങ്ങളുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പിള്ളേരവിടെ കിടന്ന് ഓടുന്നു, ചാടുന്നു. പഠിക്കാൻ പറഞ്ഞിട്ട് പഠിക്കാതെ അവിടെ എൻ്റെ മകനാണെങ്കിൽ തെക്കോട്ടോടുന്നു, വടക്കോട്ടോടുന്നു. എന്തോ വെയിലാണെന്നറിയാമോ, പുറത്തേക്ക് പോകാൻ പോലും പറ്റാത്ത വെയിൽ. എന്നിട്ട് നമുക്ക് ഗ്യാസ് കത്തിച്ചിട്ട് നമ്മൾ ഇത് പൈനാപ്പിളൊന്ന് വേവിക്കാൻ വെക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു അടപ്പെടുത്ത് അടച്ചേ, പക്ഷേ അത് ചെറിയ അടപ്പായിരുന്നു കേട്ടോ, അതുള്ളിലേക്ക് വീണ് പോയി. പിന്നെ അതെടുത്ത് മാറ്റിയിട്ട് ഞാൻ വലിയ അടപ്പെടുത്ത് അടച്ചു. അതവിടെ നിന്ന് വേകുമ്പോഴത്തേക്ക് നമുക്കിതിന് വേണ്ട അരപ്പ് എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. ഒരു മിക്സർ ജാറിലേക്ക് എന്താണ് ഞാൻ എടുത്തില്ലേ ഒരു പാക്കറ്റ് മോര്, അതൊഴിച്ചിട്ട് ഒരു പിടി തേങ്ങയും അതിനകത്തേക്ക് ഇട്ടിട്ട് നമുക്ക് കൊണ്ടുപോയിട്ട് നന്നായിട്ട് അരച്ചുകൊണ്ട് വരാം കേട്ടോ. നല്ല മഷി പോലെ അരയണം, അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കറിക്ക്. അപ്പം ഞാൻ പോയിട്ട് അരച്ചുകൊണ്ടൊക്കെ വന്ന് അപ്പോഴേക്കും നമ്മുടെ പൈനാപ്പിൾ നന്നായിട്ട് വെന്ത് കുറച്ച് പഴുപ്പ് കൂടിയ പൈനാപ്പിളാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ അരച്ചുകൊണ്ട് വന്ന അരപ്പ് നമ്മളിതിലേക്ക് ഒഴിക്കൊന്ന് ഇളക്കി ജസ്റ്റ് ഒന്ന് ചൂടാകുമ്പോൾ ഓഫ് ചെയ്യണം. ഇനി നമുക്കെന്താ കടുക് തളിക്കാം കേട്ടോ. ഒരു ചട്ടി എടുത്ത് അടുപ്പത്തേക്ക് വെക്കുക. ചട്ടി നന്നായിട്ട് ചൂടായി വരട്ടെ. ഇടയ്ക്കൊക്കെ ഞാൻ പുറത്തേക്കും പോകുന്നുണ്ട് കേട്ടോ. ഈ കൊച്ചി വെയിലത്തിടുന്ന് ഓടുന്ന കാരണം ഞാൻ ഇടയ്ക്ക് അവനെ വഴക്ക് പറയാൻ വേണ്ടി ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അങ്ങോട്ട് പോയി. ക്യാമറ ഒന്ന് ഓഫ് ചെയ്യാൻ മറന്നുപോയി. അത്രയും നേരം ക്യാമറ ചട്ടീനെ നോക്കി ഇവിടെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോൾ അതേടെ ചട്ടി ചൂടായി. അപ്പോൾ പിന്നെ ഞാൻ വന്നിട്ട് വെളിച്ചെണ്ണ നമ്മുടെ ചട്ടിയിലേക്ക് ഒഴിച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് എന്താ ചെയ്യുക, വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടാകുമ്പോഴത്തേക്ക് കടുകിടണം. കടുകിട്ടിട്ട് അതിനകത്ത് കുറച്ച് ചുവന്നുള്ളി, വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക് കൂടിയിട്ട് മൂത്ത് വരുമ്പോൾ തീ ഓഫ് ചെയ്തിട്ട് ഒരു 1/4 സ്പൂൺ മുളക് പൊടിയും 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു നുള്ളു ഉലുവാപ്പൊടിയും ചേർക്കണം. കറിവേപ്പില ഇടണം കേട്ടോ. കറിവേപ്പില ഞാൻ ഇട്ടിട്ടുണ്ട് കുറച്ച്. 1 സ്പൂൺ ഉലുവാപ്പൊടിയും കൂട്ടിയിട്ടിട്ട് നമുക്ക് നേരെ കറിയിലേക്ക് തളിച്ചൊഴിക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കറി. ഇതൊന്ന് തണുത്ത് കഴിഞ്ഞിട്ട് ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കണം. നല്ല രുചിയുള്ള കറിയാണ്. എനിക്ക് ഇങ്ങനെയുള്ള കറികളാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം. അപ്പോൾ പിന്നെ ഉച്ചക്കത്തെ എന്തൊക്കെയാണ്, ഉച്ചയ്ക്ക് കുറച്ച് ചോറ് കലത്തിലപ്പുറത്തുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ കറിയുണ്ട്. പിന്നെ എന്താ ഉള്ളത്, പിന്നെ ഒഴിച്ചേർക്കാനായിട്ട് നമ്മുടെ സാമ്പാർ. രാവിലെ ഞാൻ സാമ്പാർ ഉണ്ടാക്കി. ദേ അപ്പോഴാണ് ദേ എൻ്റെ പുത്രൻ മുറ്റത്തേക്ക് നോക്കിയേ, വെയിൽ താങ്ങാൻ പറ്റുന്നില്ല. അതേ ഒരുത്തൻ കിടന്ന് ഓടുന്നു. ഇത് എന്തോന്ന് അപ്പോൾ കാണാൻ ഞാൻ മുറി വന്ന് നോക്കിയപ്പോൾ എന്തോ ക്രാഫ്റ്റ് ഉണ്ടാക്കുകയാണ് അമ്മ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ക്രാഫ്റ്റ് ഉണ്ടാക്കുന്നു. പഠിക്കാൻ പറഞ്ഞവനാണ്. എന്തൊക്കെയോ കാർഡ്ബോർഡ് എടുക്കുന്നു, മുറിക്കുന്നു, ക്രാഫ്റ്റ് ഉണ്ടാക്കുന്നു. ഇതൊന്നും മുഴുവനാക്കിക്കില്ല കേട്ടോ. കുറച്ച് നേരം ഇങ്ങനെയൊക്കെ കാണിക്കും. അത് കഴിഞ്ഞിട്ട് അതവിടെ ഇട്ടിട്ട് അവൻ പോകും. ഇത് പണ്ടത്തെ ക്യാമറയാണ് കേട്ടോ. ഇതൊക്കെ നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടോ? അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. നമ്മുടെ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബായ്.